ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോബ്ലം നമ്പർ 10 ഡിസ്കസ് ചെയ്യുന്നു. എക്സ് ലിമിറ്റഡ് ഫോർഫിറ്റഡ് 300 ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹5 per share ഹെൽഡ് ബൈ മോഹൻ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ₹3 per share. ഫൈനൽ കോളായ ₹3 അടയ്ക്കാത്തതുകൊണ്ട് മോഹൻ്റെ കയ്യിലുള്ള ₹5 പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുക, ₹10 വിലയുള്ള ഷെയർ ₹5 പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത് 300 ഇക്വിറ്റി ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്നത്. ഫൈനൽ കോളാണ് അവിടെ അടയ്ക്കാത്തത്. ഓക്കെ, ഔട്ട് ഓഫ് ദീസ് 200 ഷെയർസ് വർ ഇഷ്യൂഡ് ടു രാജു അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹4 per share. ഗീവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രീസ് നോക്കാം. നമുക്ക് ഫോർഫിച്ചർ എൻട്രി ആണ് എഴുതേണ്ടത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ, അതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ 300 × 10. കാരണം 310 എഴുതാനുള്ള കാരണം ഫൈനൽ കോൾ മണിയാണ് നോൺ പേയ്മെൻറ്റ്. അപ്പോൾ എല്ലാ എമൗണ്ടും അടയ്ക്കാനായിട്ട് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻട്രിയിൽ 300 × 10 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് പറയുന്നത്. നമ്മൾ 300 × 10 3000 എഴുതാം. പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോർഫിച്ചർ എൻട്രിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അത് പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണ്ട, കിട്ടിയിട്ടില്ലെങ്കിലാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട. അപ്പോൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈനൽ കോളായി ₹3 അടച്ചില്ല എന്ന് പറയുമ്പോൾ എത്ര അടച്ചിട്ടുണ്ടാവും? ₹7 അടച്ചിട്ടുണ്ടാവും. പ്രീമിയം കിട്ടിയാണെന്നല്ലേ, അത് സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള സെപ്പറേറ്റ് അക്കൗണ്ടിൽ കിടക്കണം. അതെടുത്ത് ഫോർഫിച്ചർ അക്കൗണ്ടിൽ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ₹10 ₹3 ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ ബാക്കി ₹7 അടച്ചിട്ടുണ്ടാവും. അത് ഫോർഫിറ്റഡ് അക്കൗണ്ട് എഴുതാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ 300 × 10 3000. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 300 × 3 900. 300 × 3 900. ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് 300 × 7 21,100 വരുന്നു. ഓക്കെ, അതാണ് ഫോർഫിറ്റർ എൻട്രി. ഇനി റീഇഷ്യൂ ചെയ്യുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദീസ് 200 ഷെയർസ് റീഇഷ്യൂ ടു രാജുവിന് നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫിറ്റഡ് 300, വാല്യൂ ഷെയർസ് 10, അൺപെയ്ഡ് എമൗണ്ട് 3, പെയ്ഡ് എമൗണ്ട് ₹7 എക്സെപ്റ്റ് പ്രീമിയം, റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹4 per share. അപ്പോൾ നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ നേരത്തെ പറഞ്ഞാണ് 300 × 10 3000. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 300 × 3 900. ടു ഫോർഫിച്ചർ അക്കൗണ്ട് 300 × 7 2100. നരേഷ് എഴുതുമ്പോൾ ഫോർഫിച്ചർ ഓഫ് 300 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ₹3 per share. അങ്ങനെയാണ് ആദ്യത്തെ. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടേറ്റർ 200 × 6 1200. ₹6, അതായത് ₹4 ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലേ, ചോദ്യത്തിൽ നോക്കി രാജു അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹10 ഷെയർ ₹4 ഇഷ്യൂ ചെയ്യുമ്പോൾ ₹6 കമ്പനിക്ക് കിട്ടുക. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ 6 എഴുതിയാണത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടേറ്റർ 200 × 6 1200. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടേറ്റർ 200 × 4 800. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 200 × 10 2000. റേഷ്യോ 100 ഷെയർസ് for ₹6 per share, അല്ലെങ്കിൽ അറ്റ് ഡിസ്കൗണ്ട് ₹4 per share. ഇനി ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടേറ്ററിൻ്റെ ക്യാപിറ്റൽ 200 × 7 - 2 7 എവിടെ നിന്ന് കിട്ടി? ഫോർഫിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ₹7. ഇതാണ് ഫോർഫിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീഇഷ്യൂ ചെയ്തപ്പോൾ ഒന്ന് നഷ്ടം ₹4. അപ്പോൾ ആ എമൗണ്ട് ₹7 നിന്നും ₹4 നമ്മൾ കുറയ്ക്കണം. 7 - ₹7 ഷെയർ ക്യാപിറ്റൽ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എഴുതിയത്. റീഇഷ്യൂ ചെയ്ത് ₹4 ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ 7 - 4 വരെ. 7 - 4 എത്ര? 7 - 4 -4 7 കുറയ്ക്കുമ്പോൾ 3 ഇപ്പോൾ 200 × 3 200 × 3 എത്ര? 200 × 3 ₹600. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ 200 × 3 600 ആക്കാം. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, അതാണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കണം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലാണ് കിടക്കാം. 11ാമത്തെ ചോദ്യത്തിൽ എന്താണ്? എക്സ് ലിമിറ്റഡ് ഫോർഫിറ്റഡ് 150 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് മതി. ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഇഷ്യൂഡ് അറ്റ് ₹5 per share ഹെൽഡ് ബൈ ശ്യാം ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓഫ് ₹8 per share ഇൻക്ലൂഡിംഗ് പ്രീമിയം ഓഫ് ₹5 per share, ഫസ്റ്റ് കോൾ ₹2 per share ആൻഡ് ഫൈനൽ കോൾ ₹3 per share. അപ്പോൾ അതിൽ പ്രീമിയം ഉൾപ്പെടെയാണ് കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീമിയം അൺപെയ്ഡ് എമൗണ്ടാണ്. അപ്പോൾ പ്രീമിയം നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം എൻട്രിയിൽ നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ള പ്രോഫിറ്റ് അല്ലേ, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്നാണ് നമ്മൾ എൻട്രി എഴുതാം. അപ്പോൾ അതിൽ കിട്ടാത്ത എമൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ എത്ര ഷെയറാണ് ഫോർഫിറ്റ്? 150 ഷെയർ. 150 × 10. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടേറ്റർ 150 × 5. ടു ഷെയർ അലോട്ട്മെൻറ്റ് 150 × 8. ടു ഷെയർ ഫസ്റ്റ് കോള് 150 × 2. ടു ഷെയർ ഫൈനൽ കോള് 150 × 3. അപ്പോൾ 5 2 7 10. അപ്പോൾ പ്രീമിയം എത്ര? 5. ആപ്ലിക്കേഷൻ മണി എത്ര വരും? ₹5 വരും. അപ്പോൾ ആ എമൗണ്ടാണ് നമ്മൾ എഴുതുക.
എന്നിട്ട് അതിൽ 100 ഷെയർ ആർക്ക് കൊടുത്തു? സുന്ദറിന് 14 രൂപ കൊടുത്തു. നമുക്ക് നമ്പർ ഓഫ് ഷെയർസൊക്കെ നോക്കാം. നമ്പർ ഓഫ് ഷെയർസ് ഫോർഫിറ്റഡ് 150, വാല്യൂ ഓഫ് ഷെയർസ് 10, പ്രീമിയം 5, അൺപെയ്ഡ് എമൗണ്ട് എത്രയാണ്? അലോട്ട്മെൻറ്റ് മണി ₹8, ഫസ്റ്റ് കോൾ ₹2, ഫൈനൽ കോൾ ₹3. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 8 × 10 = 13. ഓക്കെ, അലോട്ട്മെൻറ്റ് മണി 5 രൂപയാണ്. അലോട്ട്മെൻറ്റ് മണി ഇവിടെ 8 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻക്ലൂഡിങ് പ്രീമിയമാണ് 5 രൂപ പറഞ്ഞത് അല്ലേ. അപ്പോൾ 8 രൂപയാണ്. അപ്പോൾ 8 × 10 = 13 വരാം ഫൈനൽ കോൾ. അപ്പോൾ മാറ്റം വരും. ടോട്ടൽ വരേണ്ടത് 8 രൂപ അലോട്ട്മെൻറ്റ്, പ്രീമിയം 5 അല്ലേ. ടോട്ടൽ 5 രൂപ പ്രീമിയം, അപ്പോൾ 15 രൂപ വരണം. 15 രൂപ ടോട്ടൽ വരണം. അതിൽ അലോട്ട്മെൻറ്റ് 8 രൂപ അടച്ചില്ല, അതിൽ പ്രീമിയം ഉണ്ട് 2 രൂപ ഫസ്റ്റ് കോൾ അടച്ചില്ല. അപ്പോൾ 8 × 10 = 13. 15 ആവാൻ പിന്നെ എത്ര? പിന്നെ വേണ്ടത് 2 രൂപയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി 2 രൂപയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടേറ്റർ 150 × 10 1500. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടേറ്റർ 150 × 5 750. ടു ഷെയർ അലോട്ട്മെൻറ്റ് 150 × 8 1200. ടു ഷെയർ ഫസ്റ്റ് കോൾ 150 × 2 300. ടു ഷെയർ ഫൈനൽ കോൾ 150 × 3 450. ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ആപ്ലിക്കേഷൻ മണി 2 രൂപ കണ്ടുപിടിച്ചത് 150 × 2 300. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കി അറിയാൻ പറ്റും. 8 × 10 3 13 × 15 പ്രീമിയം ഉൾപ്പെടെ. ഇവിടെ നിന്ന് 15 15. അപ്പോൾ ഡെബിറ്റിൽ 15 ക്രെഡിറ്റിലും 15. ഫോർഫിച്ചർ ഓഫ് 150 ഷെയർസ് ഓഫ് ₹10 each issued at premium ₹5 per share for non-payment of allotment ₹8 per share, first call ₹2 per share and final call ₹2 per share. ഫസ്റ്റ് കോൾ ₹2 per share and final call ₹3 per share. ഇതാണ് ഫോർഫിച്ചർ എൻട്രി. റേഷ്യോ ചെയ്യുമ്പോൾ 100 ഷെയറാണ് റേഷ്യോ ചെയ്യണത്. 100 ഷെയറാണോ റേഷ്യോ ചെയ്യണത് ചോദ്യത്തിൽ നോക്കാം. ഔട്ട് ഓഫ് ദീസ് ഷെയർസ് 100 ഷെയർസ് വർ റേഷ്യോ ഫോർ ₹14 per share. 14 രൂപയ്ക്കാണ് റേഷ്യോ ചെയ്യണം. അപ്പോൾ 10 രൂപയുടെ ഷെയർ 14 രൂപ റേഷ്യോ ആണ്. അപ്പോൾ ലാഭമാണ്, നഷ്ടമൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ടേറ്റർ 100 × 14 1200. ടു ഷെയർ ക്യാപിറ്റൽ 100 × 10 1000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 100 × 4 400. റേഷ്യോ 100 ഷെയർസ് ₹14 per share. ഇനി ക്യാപിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് ഷെയർ ഫോർഫിറ്റ് അക്കൗണ്ടേറ്റഡ് ക്യാപിറ്റൽ 100 × 2 - 0. എന്താണ് 2 - 0 എന്ന് പറയാനുള്ള കാരണം? ഫോർഫിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 2 രൂപയാണ്. റേഷ്യോ ചെയ്തപ്പോൾ നമുക്ക് നഷ്ടം വന്നിട്ടില്ല, പ്രീമിയം ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ ചെയ്യുമ്പോൾ നഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണ് 0 ഇട്ടത്. അപ്പോൾ 2 - 0 2 - 0 2 തന്നെ വരുന്നു. 100 × 2 200. അപ്പോൾ ബാലൻസ് ഇൻ ഫോർഫിറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫോർഫിച്ചറിൽ പ്രീമിയം കിട്ടാത്ത പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.